സാന്ത്വനം സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന റെഡിപ്ലേ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയുന്നത്. ദേവിയെ അങ്ങനെ ദേവമംഗലത്തിൽ നിന്നും ഇറക്കി വിട്ടു. അങ്ങനെ വീട്ടിലെത്തിയ ദേവി പൊട്ടിക്കരയുകയാണ്. ഇത് കണ്ടുകൊണ്ട് കൂടെ ഉദയഭാനും ശ്രീകലയും ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ഉദയഭാനു ഇങ്ങനെ സങ്കടത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ശ്രീകല വളരെ ദേഷ്യത്തോടു കൂടിയും. ശ്രീകല ദേവിയോട് പറയുന്നുണ്ട്, നീ ഇനി അങ്ങോട്ട് തിരിച്ച് എങ്ങനെയെങ്കിലും പോകണമെന്ന്. ആ സമയത്ത് ഉദയഭാനു പറയും, ഇനി എങ്ങനെ അവൾ അങ്ങോട്ടേക്ക് തിരിച്ചു പോവുക, ഇനി അവൾക്ക് എങ്ങനെ അവരുടെ മുന്നിൽ നിൽക്കാൻ പറ്റുക എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ശ്രീകല പറയും, എങ്ങനെയെങ്കിലും അവൾ ദേവമംഗലത്ത് കയറിക്കൂടാൻ അവൾ ശ്രമിക്കണം. ആനന്ദ് പറഞ്ഞ കാര്യം ഇങ്ങനെ ദേവി ചിന്തിക്കുകയാണ്. നീ ഈ വീട് വിട്ട് ഇപ്പോൾ ഇറങ്ങിപ്പോകണം. പോയില്ല എങ്കിൽ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് എഴുതി വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും. ഇത്രയും പെട്ടെന്ന് എനിക്ക് ഡൈവോഴ്സ് കിട്ടണം എന്നൊക്കെ പറയുന്നത് ദേവി ചിന്തിച്ചുകൊണ്ട് കരയുകയാണ്. ദേവി മീനാക്ഷിയുടെ ഫോണിലോട്ട് ഒരുപാട് തവണ വിളിക്കുന്നുണ്ട്. പക്ഷേ മീനാക്ഷി അത് എടുക്കുന്നില്ല. പിന്നീട് മീനാക്ഷി എന്നെ മനസ്സിൽ കരുതുന്നുണ്ട്, എന്തിനാ ഇപ്പോൾ എന്നെ ഇങ്ങനെ ദേവിയേട്ടത്തി ഇങ്ങനെ വിളിക്കുന്നത് എന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതിന് ഒടുവിൽ മീനാക്ഷി ഫോൺ എടുക്കുന്നുണ്ട്. മീനാക്ഷി ഓഫീസിലോട്ട് പോകുന്ന സമയത്താണ് ദേവി വിളിക്കുന്നത്. ദേവി മീനാക്ഷിയോട് പറയും, ഞാൻ കുറേ നേരമായി ഫോണിലോട്ട് വിളിക്കുന്നത്, എന്തേ ഫോൺ എടുക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പം മീനാക്ഷി പറയും, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? മീനാക്ഷി പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയേ എന്ന് പറയുന്ന ദേവിയോട്. ആ സമയത്ത് ദേവി, എനിക്ക് പേടിയാകുന്നു, എന്തൊക്കെയാണ് നടക്കുന്നത്, എനിക്കൊന്നും അറിയുന്നില്ല. അനന്തേട്ടൻ പറയണേ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണമെന്ന്. എനിക്ക് ഡിവോഴ്സ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് ദേവി. ആ സമയത്ത് മീനാക്ഷി പറയും, ഇത് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം, അത് അവരോട് പറയാമെന്ന് പറയണേ. ആ സമയത്ത് ദേവി പറയും, നമ്മളൊരു കുടുംബം പോലെയല്ലേ ജീവിച്ചിരുന്നത്, എന്നിട്ട് എന്താ മീനാക്ഷി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ നിൻ്റെ ഒരു ചേച്ചി ആയിട്ടല്ലേ നിന്നെ കണ്ടിട്ടുള്ളത്. നിൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അനിയത്തി കൂടെ നിൽക്കണ്ടേ? ഞാൻ ആ വീടിൽ നിൽക്കാൻ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലേ ചോദിക്കണം. ആ സമയത്ത് മീനാക്ഷി പറയും, ഇതെല്ലാം എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. വീട്ടിൽ എത്ര സന്തോഷത്തോടു കൂടിയായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. ഇപ്പം എല്ലാവരും കൂടി എന്നെ അങ്ങ് ഒഴിവാക്കി. കരഞ്ഞുകൊണ്ട് ഇതെല്ലാം പറയുകയാണ്. ദേവി പറയും, എന്താ ഞാൻ പറഞ്ഞതിനൊന്നും മീനാക്ഷി നീ മറുപടി ഒന്നും നൽകാത്തത്? ഒന്നും മറുപടി നൽകാൻ കഴിയാതെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ് മീനാക്ഷി. വീട്ടുകാർക്ക് ഇനി ദേവി എന്ന് പറയുന്ന ഒരു മരുമകൾ വേണ്ട, ആനന്ദേട്ടന് ഇനി എന്നെയും വേണ്ട. മീനാക്ഷി ദേവിയോട് പറയും, ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ നിങ്ങൾ അവരോട് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫോണ് വെക്കുകയാണ്. ആ സമയത്ത് ഇപ്പുറത്ത് ദേവി മീനാക്ഷി മീനാക്ഷി എന്ന് വിളിച്ചുകൊണ്ട് ഫോൺ സംസാരിക്കുന്നുണ്ട്. പിന്നീട് ഓഫീസിലോട്ട് പോകാൻ തീരുമാനിച്ച മീനാക്ഷി ദേവിയുടെ വീട്ടിലോട്ട് പോകുകയാണ്. പിന്നീട് മീനാക്ഷി ദേവിയുടെ വീട്ടിലെത്തുന്നുണ്ട്. ആ സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവിയെയാണ് മീനാക്ഷി കാണുന്നത്. അങ്ങനെ ഏട്ടത്തി എന്ന് വിളിച്ചുകൊണ്ട് മീനാക്ഷി ദേവിയുടെ അടുത്തോട്ടേക്ക് ചെല്ലും. ആ സമയത്ത് ദേവി മീനാക്ഷിയെ കാണുന്നുണ്ട്. അങ്ങനെ ഓടിച്ചെന്ന് മീനാക്ഷിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ദേവി. മീനാക്ഷി പറയും, കരയല്ലേ ഏട്ടത്തി എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഉദയഭാനുവും ശ്രീകലയും വരും. ശ്രീകല പറയും, വന്നത് മുതൽ എൻ്റെ മോള് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനി അവൾ കരഞ്ഞ് അവൾക്ക് വല്ല അസുഖവും വരുമെന്ന ഞങ്ങളുടെ പേടി. മീനാക്ഷി ദേവിയോട് പറയും, കരയാതെ ഇരിക്ക് ഏട്ടത്തി, ഏട്ടത്തി ഇവിടെ ഒന്ന് വന്നിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയെ ഇരുത്തുകയാണ് മീനാക്ഷി. പിന്നീട് ദേവി മീനാക്ഷിയോട് പറയുന്നുണ്ട്, നീയും ഇവിടെ ഒന്ന് ഇരിക്ക്. ശ്രീകല മീനാക്ഷിയോട് പറയും, മോൾക്കെങ്കിലും ഇവിടെ വന്ന് ഒന്ന് കാണണം എന്ന് തോന്നിയല്ലോ, അത് നല്ലൊരു മനസ്സാണ്. ദേവി മീനാക്ഷിയോട് ചോദിക്കും, വീട്ടിലുള്ള എല്ലാവർക്കും സുഖം തന്നെയല്ലേ ചോദിക്കുകയാണ്. ആ സമയത്ത് മീനാക്ഷി പറയും, സുഖമാണെന്ന്. ദേവി പിന്നെ ചോദിക്കും, ആനന്ദേട്ടനും എന്ന്. ആ സമയത്ത് ആനന്ദേട്ടനും സുഖമായിരിക്കുന്നു എന്ന് പറയുകയാണ്. ആ സമയത്ത് ശ്രീകല പറയും, വീട്ടിലുള്ളവർ നിന്നെ ഇറക്കി വിട്ടു, ആ വീട്ടിലുള്ളവരെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ഉദയഭാനു പറയും, ഞങ്ങൾ ആകെ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, ഇവൾ MAക്ക് പഠിക്കുന്നു എന്ന് പറഞ്ഞതും അതുപോലെ അവൾക്ക് കുറച്ച് പ്രായം കുറവുണ്ടെന്ന് പറഞ്ഞതും മാത്രമാണ് ഞങ്ങൾ ചെയ്ത തെറ്റ് എന്ന് പറയുകയാണ് ഉദയഭാനു. ആ സമയത്ത് മീനാക്ഷി പറയും, അത് തന്നെയാണ് നിങ്ങൾ ചെയ്ത തെറ്റ്, നിങ്ങൾക്ക് സത്യം എന്തായിരുന്നു എന്ന് തുറന്നു പറയാമായിരുന്നു. ദേവി മീനാക്ഷിയോട് പറയും, ഞാൻ അപ്പളേ അച്ഛനോടും അമ്മയോടും പറഞ്ഞതാണ്, ഈ കാര്യങ്ങളെല്ലാം അവരോട് പറയുക, എന്നിട്ട് ഈ കല്യാണം നടത്തിയാൽ മതിയെന്ന്. കല്യാണം കഴിഞ്ഞിട്ടും പല സന്ദർഭങ്ങളുണ്ടായിട്ടും പറയാമെന്ന് കരുതിയപ്പോൾ ഇവരാണ് എന്നോട് പറയണ്ട എന്ന് പറഞ്ഞത്. ശരിയാകും ശരിയാകും എന്ന് പറഞ്ഞ് എന്നെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് ഇവരാണ്. മീനാക്ഷി പറയുമെങ്കിൽ ഏട്ടത്തിക്ക് എന്നോടോ മിത്രയോടോ പറയാമായിരുന്നു. ഇതിൽ നിന്നും ജോലിക്ക് പോകാൻ പറഞ്ഞ സമയത്തെങ്കിലും ഏട്ടത്തിക്ക് അത് പറയാമായിരുന്നു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ദേവി കരയുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ.